ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, നമ്മൾ അവസാനമായി കണ്ട ഡാനിഷ് മൂവി ഡിപ്പാർട്ട്മെന്റ് ക്യൂ ആണെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ രസകരമായിരുന്നു ആ മൂവി സീരീസ്. ഈ മിസ്റ്ററി ക്രൈം മേക്കിങ്ങില് ഡെൻമാർക്കുകാർക്കൊരു പ്രത്യേക കഴിവാണ്. ഇന്നിതാ മറ്റൊരു അടിപൊളി ക്രൈം മിസ്റ്ററി ചിത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പോരാത്തതിന് ഗെയിം ഓഫ് ത്രോൺസിലെ നമ്മുടെ ജെയ്മി ലാനിസ്റ്ററും ഉണ്ട് ഈ മൂവിയിൽ. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും ക്യൂരിയോസിറ്റിയും ആയിട്ട് പടം ഇങ്ങനെ രസകരമായി ത്രില്ലായിട്ട് പോകും. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ നൈറ്റ് വാച്ച് ഡീമൺസ് ആർ ഫോർ എവർ എന്ന ഡെൻമാർക്ക് ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മുതിർന്ന സൂപ്രണ്ട് പോലീസുകാരി ഏതോ ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിനക്ക് എവിടുന്ന് ആ കത്തി കിട്ടി? നീ എന്തുകൊണ്ടാണ് അവരെ അറുത്തത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യമുറിക്ക് വെളിയിലായിട്ട് ഒരു പോലീസുകാരനും ഒരു പ്രാന്താശുപത്രി ഡോക്ടറും ഉണ്ടാവും, സൈക്കാട്രിസ്റ്റ്. അപ്പോൾ ആ പോലീസുകാരൻ ഈ ലേഡി ഡോക്ടറോട് ചോദിക്കുന്നു, ഇത്രയും സിക്കോ ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ സൈക്കാട്രിക് യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്? അത് കേട്ട് ഡോക്ടർ പറയും, പെന്റിന് ഒരുപാട് നാളായിട്ട് ചികിത്സ കൊടുക്കുന്നുണ്ട്. ആള് വയലന്റ് അല്ല, കൂടെയുള്ള പേഷ്യൻസിനെ പോലും ഉപദ്രവിക്കാറില്ല, വളരെ പാവമായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പുള്ളിയെ യൂണിറ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തിറക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ അകത്ത് പോലീസുകാരി ഈ മാനസിക പ്രശ്നമുള്ള കുറ്റവാളിയോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് ആ കന്യാസ്ത്രീയുടെ കഴുത്തറുത്തത്? കന്യാസ്ത്രീയോട് എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും ദേഷ്യം? അവർ നിനക്ക് മുന്നേ പരിചയമുണ്ടോ? ഈ കന്യാസ്ത്രീ അത്ര കുഴപ്പക്കാരിയൊന്നും അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് അവളോട് ദേഷ്യം? ഇതിനൊന്നും ആ പയ്യൻ മറുപടി പറയുന്നില്ല. ആ പയ്യന്റെ കയ്യിൽ മാപ്പ് പോലെ എന്തോ വരച്ചിട്ടുമുണ്ട്, എഴുതിയിട്ടുമുണ്ട്. ഇതാരാ വരച്ചു തന്നത് എന്ന് ചോദിച്ചാലും അതിനും അവൻ ഉത്തരം പറയുന്നില്ല. അവസാനം ഈ സൂപ്രണ്ട്, ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്താം, വോർമർ. ഇങ്ങേരും സ്ത്രീകളെ അറുത്ത് കൊല്ലുന്നതിൽ വിദഗ്ധനാണ്, ഇഷ്ടപ്പെടുന്നവനാണ്. അയാളുടെ കത്തി മോഷ്ടിച്ചിട്ടാണോ നീ അയാളെപ്പോലെ കൊല്ലാൻ ശ്രമിച്ചത്? നീ കോപ്പി ക്യാറ്റ് ചെയ്യാൻ ശ്രമിച്ചാണോ? അത് കേട്ട ആ പയ്യൻ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഗ്ലാസ്സിലേക്ക് തല ആഞ്ഞിടിച്ച് ഗ്ലാസും പൊട്ടിച്ച് അവന്റെ തലയും പൊട്ടിക്കുക. പോലീസുകാരെല്ലാം ഓടി വന്ന് അവനെ പിടിക്കും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ നായികയുടെ അമ്മ മരണപ്പെട്ടതാണ്. അവൾ അമ്മയുടെ പഴയ വസ്തുക്കളൊക്കെ എടുത്ത് നോക്കുന്നു. അതെങ്ങോട്ടോ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നോക്കുന്നത്. അപ്പോഴാണ് അച്ഛൻ വരിക, നമ്മുടെ ജെയ്മി. അവൾ അച്ഛനോട് ചോദിക്കും, അമ്മയുടെ വോക്ക്മാൻ മാത്രം ഞാൻ എടുത്തോട്ടെ? അച്ഛൻ പറയും, ഇഷ്ടമുള്ളത് നീ എടുത്തോന്ന്. പിന്നെ ഒരു വാച്ച് ഉണ്ടാവും, അതൊരുപാട് എക്സ്പെൻസീവ് വാച്ചാണ്. അതിങ്ങനെ വെറുതെ ഇവിടെ ഇടണ്ട, യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലേ എന്ന് പറഞ്ഞ് ഇവൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അമ്മയുടെ ആത്മഹത്യാക്കുറിപ്പും ഉണ്ടാവും. അത് അവൾ കാണിച്ചിട്ട്, ഇതാണോ ആത്മഹത്യാക്കുറിപ്പെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അപ്സെറ്റായി. ഞാനിതെല്ലാം എടുക്കണ്ട എന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇവൾ അച്ഛനോട് ചോദിക്കും, അച്ഛാ, ഞാൻ അച്ഛനെ പോലെയാണോ അതോ അമ്മയെ പോലെയാണോ? അച്ഛൻ പറയും, നീ 95% അമ്മയെപ്പോലെയും 5% അപ്പനെ പോലെയാണ്. അവൾ അച്ഛൻ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടോ, പുതിയ ആരുടെ കൂടെയെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അപ്പൻ കഥ കടയ്ക്കും. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പുള്ളിക്കാരൻ കിടന്നുറങ്ങുന്നത്. ആൻസൈറ്റി, ഡിപ്രഷൻ, ഭയം എല്ലാം ഉണ്ടോ പുള്ളിക്ക്. ഈ സമയത്ത് സാധനങ്ങൾ തപ്പിക്കൊണ്ടിരുന്ന മോള് കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സുകൾ കാണും. അതില് ഇവളുടെ അച്ഛൻ പഴയൊരു നൈറ്റ് വാച്ച്മാൻ ആയിരുന്നു, മോർച്ചറിയുടെ വാച്ച്മാൻ ആയിരുന്നു. അച്ഛനും അമ്മയും ഒരു കില്ലറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂട്ടുകാരനാണ് അവരെ രക്ഷപ്പെടുത്തിയത്, ഒരു സൈക്കോ കില്ലറുടെ കയ്യിൽ നിന്ന്. അതിനെപ്പറ്റിയുള്ള ന്യൂസ് ആയിരിക്കും ഇവള് കാണുക. അത് കഴിഞ്ഞ് പെണ്ണ് കോളേജിലേക്ക് വരുന്നു. ഡോക്ടർ ആവാൻ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഇന്ന് മാഷ് നേരിട്ടൊരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഹീറോയിന് 2 വെടക്ക് കൂട്ടുകാരുണ്ടാവും. അവന്മാരെന്തോ തമാശ പറഞ്ഞിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ മാഷിന് ഇത് ഇഷ്ടപ്പെടാതെ, മാഷ്, നിങ്ങൾ തമാശ പറഞ്ഞ് ചിരിക്കുകയാണോ? ഇത് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ആ പയ്യനോട് എഴുന്നേറ്റ് നിന്നിട്ട് ആ തമാശ എല്ലാവരോടും പറയും, ഞങ്ങളും കൂടി കേൾക്കട്ടെ, കേട്ട് ചിരിക്കട്ടെ എന്ന് പറയും. അപ്പൊ ചെറുക്കൻ ധൈര്യത്തോടെ തമാശ പറയുന്നു, പണ്ടൊരു ഡോക്ടർ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ഡെഡ് ബോഡിയുടെ ആസനത്തിൽ വിരലിട്ട് ആ വിരലെടുത്ത് സ്വന്തം വാ കൊണ്ട് ടേസ്റ്റ് ചെയ്യും. എന്നിട്ടൊരു സ്റ്റുഡന്റിനോടും അതേപോലെ ചെയ്യാൻ പറയുന്നു. ഡെഡ് ബോഡി ഒരിക്കലും മോശപ്പെട്ടതല്ല എന്ന് പുള്ളി കാണിച്ചാത്രേ. സ്റ്റുഡന്റും അതേപോലെ വിരലിട്ട് സ്വന്തം വാ കൊണ്ട് ടേസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാണ് ഡോക്ടർ പറയുന്നത്, സെക്കൻഡ് പോയിന്റ് ആണ് ഫോക്കസ്. നിങ്ങൾ എപ്പോഴും ട്രീറ്റ്മെന്റിൽ ഫോക്കസ് ആയിരിക്കണം. ഞാൻ ഡെഡ് ബോഡിക്കകത്ത് ഇട്ട വിരലല്ല, വാ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് അവിടെ നിങ്ങളുടെ ഫോക്കസ് പോയി എന്ന് പറഞ്ഞ് ആ പഴയ ഡോക്ടർ ചിരിച്ചത്രേ. ഈ തമാശ കേട്ട് നമ്മുടെ ഇപ്പത്തെ മാഷ് അതേപോലെ ഈ ഡെഡ് ബോഡിയിൽ വിരലിട്ട് ഈ ചെറുക്കനെ വിളിക്കും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ 2 വിരലിൽ ഏതാണ് ഞാൻ അകത്തിട്ട് എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് മറ്റേ വിരല് വാ കൊണ്ട് രുചിക്ക്. കൂടെയുള്ള സഹപാഠികളൊക്കെ കൈയടിക്കുന്നുണ്ട്, രുചിക്കടാ രുചിക്കടാ എന്ന് പറഞ്ഞിട്ട്, ധൈര്യം ഉണ്ടെങ്കിൽ രുചിക്കടാ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു വിരലെടുത്ത് വാ കൊണ്ട് സക്കിയും. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ പോയി ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി പോയി ഇരുന്നോ എന്ന് പറയും ഡോക്ടർ. ക്ലാസ് എല്ലാം കഴിയുമ്പോൾ ഈ ഡോക്ടർ മാഷിനോട് നമ്മുടെ ഹീറോയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ, ഫോറൻസിക് മെഡിസിനിൽ ഒരു നൈറ്റ് വാച്ച് ആളെ വേണമെന്ന് കേട്ടു. ആ ജോബിൽ സ്റ്റുഡൻസും കൂടി പങ്കെടുക്കാലോ അല്ലേ? എനിക്ക് ആ ജോലി കിട്ടുമെന്ന് ചോദിക്കും. അതിന് ഡോക്ടർ പറയും, അത് ലേശം ബുദ്ധിമുട്ടുള്ള ജോലിയാണ്,
ശവങ്ങൾക്ക് കാവൽ കിടക്കണം, ഒറ്റയ്ക്ക് രാത്രി ഇരിക്കണം. ആമ്പിള്ളേരെയാണ് സാധാരണ പറഞ്ഞു വിടുക. നിനക്കത് ബുദ്ധിമുട്ടാവില്ലേ? എന്തേലും സ്വപ്നം കണ്ട് പേടിച്ചാലോ? അത് കേട്ട് ഹീറോയിൻ പറയും, എനിക്കൊരു ഇമാജിനേഷനും ഇല്ല, അതേപോലെ കയ്യിൽ കാശുമില്ല. ആ ജോലി ധൈര്യമായിട്ട് ഞാൻ ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അപ്പൊ ഡോക്ടർ പറയും, ശരി, എന്നാ നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, നീ ചെന്ന് നോക്ക്, അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്തോന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് ഇവള് പോകാൻ നേരം, സാർ അതിലേത് വിരലായിരുന്നു? അവൻ കഴിച്ച വിരലാണോ മറ്റേ വിരലാണോ സാർ അകത്തിട്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, 2 വിരലും ഞാൻ അകത്തിട്ടിട്ടില്ല, ഒരിക്കലും ഒരു ഡെഡ് ബോഡിയെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് ഡോക്ടർ അവളെ പറഞ്ഞുവിടും. ഇവള് ക്ലാസ്സും കഴിഞ്ഞ് ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അവിടെയാണ് ഈ മോർച്ചറി ഉള്ളത്. ആ മോർച്ചറിക്ക് കാവൽക്കാരിയായി ലേശം വയസ്സായ ഒരു അമ്മച്ചി ഉണ്ടാവും. ആ അമ്മച്ചിക്ക് നമ്മുടെ പെൺകുട്ടീനെ കണ്ടിട്ട് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. നീയോ കിളിന്ത് പെണ്ണ്, നീയാണോ കാവൽ നിൽക്കാൻ വന്നിരിക്കുന്നു? ശരി, എന്തേലും ആവട്ടെ, ഞാൻ കാലത്തെ റൗണ്ട്സ്, നീ രാത്രിയത്തെ റൗണ്ട്സ്. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ടോർച്ച് ലൈറ്റ് എപ്പോഴും കയ്യിൽ വേണം. നരകത്തിനകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. താഴേന്ന് പുതിയ ബോഡികൾ വരുമ്പോൾ ഈ ചുവന്ന ലൈറ്റ് തെളിയും. അപ്പോൾ ആ ബോഡികൾ അകത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം. പിന്നെ ഒരു ഡോറ് കാണിച്ചിട്ട് അമ്മച്ചി പറയും, ആ ഡോറ് കണ്ടോ, അങ്ങോട്ട് പോകാൻ ശ്രമിക്കണ്ട, നിനക്ക് ഹാർട്ട് അറ്റാക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോ. ഇനി ഓട്ടോപ്സി റൂം വായോ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഓട്ടോപ്സി നടത്തുന്ന റൂമിലേക്ക് കൊണ്ടുപോകുന്നു. കാണിച്ചു കൊടുത്തിട്ട് ഇവളോട് പറയും, ഇവിടെ എപ്പോഴും ഒരു പ്രേതം നിലനിൽക്കുന്നതായിട്ട് നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല രസമല്ലേ, ഒരു ദുരന്ത ഭൂമിയിൽ പ്രവേശിച്ച പോലെ. അപ്പൊ ഹീറോയിൻ ചോദിക്കും, ചേച്ചി വർഷങ്ങൾക്ക് മുന്നേ ഒരു സൈക്കോ ഇതിനകത്ത് കയറിയിട്ട് നൈറ്റ് വാച്ചറെയും അവന്റെ ഗേൾ ഫ്രണ്ടിനെയും കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഞാൻ കേട്ടിരുന്നു. ആ കഥ സത്യമാണ്? ഇതൊരു സൈക്കോ സൂപ്രഡന്റ്. അമ്മച്ചി പറയും, അതെ, അയാൾ തന്റെ വിക്ടിംസിനെ കത്തി കൊണ്ട് അറുത്തായിരുന്നു കൊല്ലുക. അത് കഴിഞ്ഞ് പീഡിപ്പിക്കുകയും ചെയ്യും. കാമാസക്തിയുള്ള ഒരു ദുരന്ത രോഗി, ശരിക്കും സൈക്കോ ആയിരുന്നു അവൻ. അപ്പൊ ഇവള് ചോദിക്കും, ആ നൈറ്റ് വാച്ച്മാൻ എന്താ പറ്റിയെന്ന്? അമ്മച്ചി പറയും, ആ മണ്ടൻ അന്ന് അവന്റെ ഗേൾ ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ടാണ് ഇതിനകത്തേക്ക് വന്നത്. സൈക്കോ അവര് 2 പേരെയും പിടിച്ച് കെട്ടിയിട്ടു. താകണ്ടോ, അതാണ് പഴയ ഓട്ടോപ്സി മുറി. ഇപ്പൊ നീ അതിന്റെ അകത്ത് പോയാലും ആ പെണ്ണിന്റെ കരച്ചിൽ കേൾക്കാം. പോകാൻ ശ്രമിക്കണ്ട, വായോ, ഇവിടെ അധിക നേരം നിന്നാൽ നമ്മൾ സൈക്കോ എന്ന് പറഞ്ഞ് ചേച്ചി ഹീറോയിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു നടക്കുകയാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കും, ആ സൈക്കോയെ ആ നൈറ്റ് വാച്ച്മാന്റെ കൂട്ടുകാരനാണല്ലേ കൊന്നത്? അത് കേട്ട അമ്മച്ചി, ആര് പറഞ്ഞു വോർമർ മരിച്ചെന്ന്? അയാൾ മരിച്ചിട്ടൊന്നുമില്ല. അയാളെ സെന്റ് ഹാൻസ് എന്ന സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഇരുട്ട് മുറി പൂട്ടി വെച്ചിരിക്കുക. വർഷങ്ങളായി ചാവാൻ വേണ്ടി കാത്തിരിക്കാവും. എന്തായാലും പോയിട്ട് നാളെ വായോ, നാളെ മുതൽ നിന്റെ ഡ്യൂട്ടി ആരംഭിക്കുകയാണെന്നും പറഞ്ഞ് ചേച്ചി ഹീറോയിനെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് ഹീറോയിൻ തന്റെ കൂട്ടുകാരെ ഒരു ബാറിൽ വെച്ച് കാണുകയാണ്. ഒരു ബോയ് കട്ട് ചെയ്ത പെൺകുട്ടിയുണ്ട്. അവൾ ഇവളെ കളിയാക്കും, നീ ശവങ്ങളുടെ നാനിയായിട്ട് ജോലി ചെയ്യാൻ പോവാണോ? കുളിപ്പിച്ച് കിടത്തിക്കോ, ഒരു ദിവസം നമ്മളെല്ലാവരും പോയി കിടക്കേണ്ടതല്ലേ? ഇവൾക്ക് 3 കൂട്ടുകാരാണുള്ളത്. ഒരു ബോയ് കട്ട് ലേഡിയും, അവൾ അതേ ക്വാളിറ്റിയുള്ള ഒരു കണ്ണടക്കാരനും, പിന്നെ ലേശം ചന്തമുള്ളൊരു ചെറുക്കനും. ഇവള് കുറെ സംസാരിച്ച് ബിയറൊക്കെ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവുക, അച്ഛൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവെന്ന് പറയും. അപ്പൊ കൂട്ടുകാരി, ആ എന്നാ പുറപ്പെട്ടോ, പാരന്റ്സിനെ വിഷമിപ്പിക്കരുത്, അവര് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതോർത്ത് നമ്മൾ വിഷമിക്കും. ഇതും പറഞ്ഞ് എന്റെ അപ്പനും അമ്മയും മാസത്തിൽ 1 തവണ എനിക്ക് ഇമെയിൽ അയക്കാറുണ്ട്. അതുങ്ങളുടെ ഡെത്ത് നോട്ടീസ് എപ്പോഴാ വരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇതും പറഞ്ഞ് എല്ലാവരും ചിരിച്ചു കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് വരുന്നു. അച്ഛനപ്പോൾ പകുതി ഉറക്കത്തിലായിരിക്കും. ഭക്ഷണം ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, അത് ഓവനിൽ വെച്ചിട്ടുണ്ട്, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഇന്ന് അമ്മയെ കാണാൻ ഞാൻ സമ്മർ ഹൗസിൽ പോയിരുന്നു. ആഴ്ചയിൽ 3 തവണ അച്ഛൻ സമ്മർ ഹൗസിൽ പോവാറുണ്ട്. അവിടെ വെച്ചാണ് അമ്മ മരണപ്പെട്ടത്. കൂട്ടുകാരാരോ പുതിയ എന്തോ ഒരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ജോലിക്ക് പോകാനും അപ്പന് പേടിയാണ്. അച്ഛൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു മിസറബിൾ ആയിട്ട് ജീവിക്കുക. പുള്ളിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്ത ഒന്നും അറിയാൻ പാടില്ല. ഇപ്പൊ ഭക്ഷണം വെച്ചിട്ടുണ്ട്, പക്ഷെ ഓവൻ ഓണാക്കിയില്ല. അച്ഛൻ എന്തൊക്കെയോ തപ്പെന്ന് കാണുമ്പോൾ മോള് ചോദിക്കും, ഇന്ന് എത്ര മരുന്ന് കഴിച്ചു അച്ഛൻ, നിങ്ങൾ ഓക്കെ ആണോ? അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ മെന്റൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അതേ ജീനാണോ എനിക്കും ഈ കുഴപ്പം വരുമോ എന്ന് മോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പം പറയും, ഇല്ല, നീ ഹെൽത്തിയാണ്, നിനക്ക് ആ ജീനില്ല, നീ പേടിക്കണ്ട. അവൾ അച്ഛനോട് പറയും, എൻ്റെ കയ്യിൽ കൈച്ചെലവിന് കാശില്ല, അതുകൊണ്ട് ഞാൻ രാത്രി ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അച്ഛൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എവിടുന്നെങ്കിലും പണം ഒപ്പിച്ച് നിനക്ക് തരാമെന്ന്. മോള് പറയും, ഇല്ല, അച്ഛൻ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട, ഞാനൊരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്, നൈറ്റ് വാച്ച്മാനായിട്ട്, അച്ഛൻ ജോലി ചെയ്ത അതേ സ്ഥലത്ത്. ഇത് കേട്ടപ്പം പേടിക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും പറയാനില്ല എന്നാണ് അങ്ങേര് പറയുക. അങ്ങേര് പേടിച്ചെങ്കിലും ഇവളോടൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് ഹെഡ്ഫോണിൽ പാട്ടും കേട്ട് ഇവള് ജോലിക്ക് വരുന്നു. ഒരു വെള്ള കോട്ടിട്ട് റിസപ്ഷനിൽ ഇരിക്കുക. ഡോക്ടർമാരെല്ലാം പോയി കഴിയുമ്പോൾ നൈറ്റ് ഒരു റൗണ്ട്സ് പോയിട്ട് വരണം. ലൈറ്റ് ഓഫ് ആയിരിക്കും. 11 മണി കഴിഞ്ഞാൽ എല്ലായിടത്തും ലൈറ്റ് ഓഫ് ആക്കണം. പിന്നെ റെഡ് ലൈറ്റ് കത്തുവാണെങ്കിൽ പുതിയ ബോഡി വന്നു എന്നർത്ഥം. ഇവളെല്ലായിടത്തും നോക്കി ടോർച്ച് അടിച്ചിട്ട് ഒരു റൗണ്ട്സ് പോവാണ്. പാട്ടും പാടി ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ചേച്ചി പോകുന്നത്. അത്ര പേടിയൊന്നുമില്ല, ധൈര്യക്കാരിയാ. എന്നാൽ ഈ മോർച്ചറിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾക്ക് പേടിയാവും. അതൊരു നരകമാണ് എന്നല്ലേ നമ്മുടെ അമ്മച്ചി പറഞ്ഞ് ഇവള് മെല്ലെ ചെന്ന് ആ മോർച്ചറിയിലേക്ക് നോക്കും. കുറേ ഡെഡ് ബോഡികൾ കിടക്കുന്നുണ്ട്. പേടിയൊന്നും തോന്നിയില്ല.
അവിടുന്ന് ഇറങ്ങി ഓട്ടോപ്സി റൂമിലേക്ക് വരുന്നു. അവിടെയും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആ നൈറ്റ് വാച്ച് അമ്മച്ചി പറഞ്ഞിരുന്നു, പഴയ ഓട്ടോപ്സി റൂം തുറന്നു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ കരച്ചിൽ കേൾക്കാം. ഇവളത് തുറന്നു നോക്കും. അവിടെ ഒരു ബോഡി കിടത്താനുള്ള സ്ഥലമേ ഉള്ളൂ. ആ മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കാം. മാർട്ടിൻ, മാർട്ടിൻ, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കാം. അത് ഇപ്പോഴും ലൈവായിട്ട് കേൾക്കാം. ഇവൾക്ക് തോന്നുന്നതാണോ സത്യമാണോ? ഇത്രയും നേരം പേടിക്കാത്ത പെണ്ണ് പേടിച്ച് ഓടി വന്ന് അവളുടെ പഴയ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. തനിക്കെല്ലാം തോന്നിയതാണ് എന്ന് മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് അവൾ സമാധാനിച്ച് എങ്ങനെയൊക്കെയോ ആ രാത്രി കഴിച്ചു കൂട്ടുന്നു. പിറ്റേന്ന് ഇവള് അവളുടെ കുറച്ച് ചന്തുള്ളൊരു കൂട്ടുകാരനല്ലേ അവനെ കാണാൻ ചെല്ലുന്നു. എന്നിട്ട് സെക്സ് വേണോ പബ്സ് വേണോ എന്ന് ചോദിക്കുന്നു. അവൻ പറയും എനിക്ക് രണ്ടും തരുമെന്ന്. വിവരമുള്ള ചെക്കനാണ്. അങ്ങനെ രണ്ടുപേരും സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ അവസാനമാണ് ഇവള് കൂട്ടുകാരനോട് ചോദിക്കുന്നത്, നീ പ്ലാൻഡ് ചൈൽഡ് ആണോ എന്ന്, അതായത് അപ്പനും അമ്മയും പ്രതീക്ഷിച്ച് പ്രസവിച്ച കുട്ടിയാണോ എന്ന്. അവൻ അതേന്ന് പറയും. ഇവള് പറയും, ഞാൻ അങ്ങനെയല്ല, ഞാൻ മിസ്റ്റേക്കൺലി സംഭവിച്ചൊരു കുട്ടിയാണ്. അമ്മ മദ്യപിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അവർക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ. അമ്മയ്ക്ക് പാരനോയിയ എന്ന അസുഖം ഉണ്ടായിരുന്നു. അതൊരു മെന്റൽ ഇൽനെസ് ആണ്. അമ്മ എപ്പോഴും പറയും അവരുടെ പുറകെ ആരോ വരുന്നുണ്ടെന്ന്, അവരെ കൊല്ലാൻ വരുന്നുണ്ടെന്ന്. അവരെന്താണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വോർമർ ആ സൈക്കോനെ ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചത്. പേടിച്ച് അവസാനം രക്ഷപ്പെടാൻ വേണ്ടി കയറി തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ടാണ് അമ്മ ഒരു രക്ഷ നേടിയത്. കയറി തൂങ്ങി കിടക്കുന്ന അമ്മയെ ഞാനായിരുന്നു ആദ്യം കണ്ടത്. അത് കേട്ട് കൂട്ടുകാരൻ സോറി പറയും. ഐ എം സോറി. ഇപ്പൊ ഹീറോയിൻ, എനിക്ക് അയാളെ കാണണം. എന്റെ അച്ഛനമ്മമാരെ കൊല്ലാൻ ശ്രമിച്ചവനെ എനിക്ക് കാണണം. അയാള് ഹാൻഡ് സൈക്കാട്രിക് ഹോസ്പിറ്റലിലുണ്ട്. എന്റെ അച്ഛൻ അയാളെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്റെ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് അയാളായിരിക്കും കാരണം. ഒരുപക്ഷെ അയാളെ വീഡിയോ ഷൂട്ട് ചെയ്ത് എന്റെ അച്ഛനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭയം മാറും. അങ്ങേരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. നീ എന്നെ സഹായിക്കോ? ദയവേത് സഹായിക്കോ? കൂട്ടുകാരൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ദയവേത് എന്നെ ഇതിൽ കൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവളെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവൻ സെർച്ച് ചെയ്തിട്ട് ആ ഹോസ്പിറ്റലും അവരുടെ ഡീറ്റെയിൽസും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇവളോട് ചോദിക്കുകയാണ്, സത്യം പറഞ്ഞാൽ നീ എനിക്ക് സെക്സ് തന്നത് എന്നെ ഈ ജോലിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഒരു വേശ്യനായിട്ട് നീ എന്നെ ഉപയോഗിക്കുകയാണല്ലേ? അപ്പൊ അവള് പറയും, അതെ, ഒരു റൗണ്ടും കൂടി വേണമെങ്കിൽ വേഗം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അവൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. ചീഫ് സർജൻ ബെർത്തൽസെയിൻ ക്ലിനിക്കൽ പാത്തോളജി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചെറുക്കൻ ചെറിയ ഫ്രോഡാണല്ലോ, അതുകൊണ്ട് വലിയ ആൾക്കാരുടെ ശബ്ദത്തിലും ആ മാനറിസത്തിലും അവന് സംസാരിക്കാൻ കഴിയും. അവൻ പറയും, ഞാൻ പ്രൊഫസറാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, PhD ഇൻ ഫോറൻസിക് ചെയ്യുന്ന. ആ സ്റ്റുഡൻറ്റ് ഈ വോർമറെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ ഒരു തവണ വോർമറെ എൻ്റെ സ്റ്റുഡൻറ്റിന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവളുടെ PhDക്ക് സഹായിക്കും. അവരും അനുവാദം കൊടുക്കുന്നു. ഈ സ്റ്റുഡൻറ്റിനെ വരാൻ പറയുന്നുണ്ട്. ഇവളും PhD പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ പോലെ വേഷമൊക്കെ ധരിച്ച് ആ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ലേ ഒരു സൈക്കോ ചെറുക്കൻ, അവനുണ്ടാവും. അവരെയൊക്കെ പാസ് ചെയ്താണ് ഇവർ പോവുക. മോളിയുള്ളത് സാധാരണ പേഷ്യൻസ് ആണ്. സിവിയർ കേസുകൾ താഴെയാണ്, ഡാർക്ക് മുറിയിലാണ്. വോർമറെ 30 വർഷമായിട്ട് പുറത്തു വിട്ടിട്ടില്ല. അയാൾക്ക് പുറത്തു വരാൻ ഇഷ്ടമല്ല. ഇരുട്ട് മുറിയിൽ ഒരേ പാട്ടിനെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് അയാൾ ആരോടും സംസാരിക്കാതിരിക്കുന്നു. അയാൾക്ക് കണ്ണും കാണില്ല. പ്രായമായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇവള് പോകുമ്പോൾ നേരത്തെ കണ്ട ആ ചെറുക്കനും പുറകെ വരുന്നുണ്ട്. സെക്യൂരിറ്റി അയാളെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഹീറോയിനെ ആ മുറിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹീറോയിൻ ചോദിക്കും, നിങ്ങൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെന്ന് സംസാരിച്ചോളാം. സെക്യൂരിറ്റി പറയും, ഓ തീർച്ചയായിട്ടും, അങ്ങേരെ ഡേഞ്ചറസ് ഒന്നുമല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ റിമോട്ടിൽ അമർത്തിയാൽ മതി, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകവേ ഇവള് ചോദിക്കും, ഡേഞ്ചർ അല്ല എന്ന് പറഞ്ഞു, പിന്നെന്തിനാ റിമോട്ട്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമർത്തിക്കോ, എന്തിനാ പേടിക്കുന്നു? എന്നെക്കാളും പേടിക്കുന്നുണ്ടല്ലോ താൻ, കയറിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അവളെ കയറ്റി വിടുന്നുണ്ട്. ലൈറ്റ് ഒരിക്കലും ഓണാക്കണ്ടെന്ന് പറയുന്നു. കാഴ്ചയില്ലാത്ത മനുഷ്യനല്ലേ, പിന്നെന്താ ലൈറ്റ് ഓണാക്കിയാൽ? കാഴ്ചയില്ലെങ്കിലും ലൈറ്റ് അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓണാക്കല്ലേ എന്ന് സെക്യൂരിറ്റി വീണ്ടും പ്രത്യേകം പറയുന്നുണ്ട്. ഇവൾ അകത്ത് കയറി ഡോറടച്ച് വോർമർ ആ പഴയ കില്ലറിന് മുന്നിൽ ചെന്നിരിക്കും. എന്നിട്ട് പറയും, എന്റെ പേര് എമ്മ, എന്റെ അച്ഛൻ മാർട്ടിനെ നിനക്കറിയാവോ? എന്റെ അമ്മ കലിങ്ക, അവരെ നീ അറിയുമോ? നീ അവരെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അന്നു മുതൽ ഞങ്ങളുടെ ജീവിതം ട്രോമയിലായിരുന്നു. എന്റെ അമ്മ സ്വയം ഇല്ലാതാവുകയാണ് ചെയ്ത് നിന്നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇവള് മൊബൈലിലെ ടോർച്ച് ഓണാക്കി അയാൾ ആ വീഡിയോ എടുക്കും. അയാളുടെ അവസ്ഥ വളരെ മോശമാണ്. കണ്ണും കാണില്ല, ആരോഗ്യവുമില്ല, വയസ്സായി ഏകദേശം മരിക്കുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇവളെ വീഡിയോയിലൂടെ അപ്പനോട് പറയും, അച്ഛാ, ഇതാണ് വോർമർ. ഈ മോൺസ്റ്റർ ആയിരുന്നു നമ്മുടെ കുടുംബത്തെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടോ, ഈ ശവം മാത്രമേ ബാക്കിയുള്ളൂ. കണ്ണ് കാണാതെ, ആരോഗ്യമില്ലാതെ, വെളിച്ചം പോലും സഹിക്കാൻ പറ്റാത്ത ഒരു ശവം. ഇയാളെ പേടിച്ചിട്ടാണോ അച്ഛനും ഞാനും ഇനി ജീവിക്കേണ്ടത്? ഇയാളെ ഓർത്താണോ നമ്മൾ ഇനി സഫർ ചെയ്യേണ്ടത്? ഇനി അച്ഛൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കഥ ഇതോടെ കഴിഞ്ഞു, ഇതോടെ തീർന്നു അച്ഛാ എന്ന് പറഞ്ഞ് ഇവള് ആ കില്ലറുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പുന്നു. ചത്തുപോടാ ശവ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഇവൾ എഴുന്നേറ്റ് വന്ന് ഡോറ് തുറക്കാൻ നേരം ഡോർ ലോക്കഡാണ്, തുറക്കാൻ പറ്റുന്നില്ല. ഇവള് റിമോട്ടിൽ വീണ്ടും വീണ്ടും പ്രസ് ചെയ്യുന്നുണ്ട്. ആരും വന്ന് ഡോറ് തുറന്നിട്ടില്ല. അപ്പോഴാണ് ഈ വോർമറുടെ റൂമിനകത്തുള്ള ഷെൽഫിൽ അയാളുടെ കുറച്ച് ഫയലുകൾ ഇരിക്കുന്ന കാണാം. അതിൽ അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ഇത് ഇവള് മെല്ലെ അടിച്ചു മാറ്റുന്നുണ്ട്. ഈ സമയത്ത് ആ വോർമർ, കസേരയിൽ ഇരുന്നിരുന്ന വോർമർ മെല്ലെ വന്ന് നമ്മുടെ കൊച്ചിന്റെ തലയിൽ തൊടും.
തലയെ തൊട്ട് നോക്കും. ഇവള് പേടിച്ചരണ്ട് ഓടി ഡോറിനടുത്തേക്ക് വന്ന് ഡോറിലേക്ക് ആഞ്ഞിടിക്കുകയാണ്. തുറക്കടാ എന്ന് പറഞ്ഞ് ഈ കില്ലർ ഇവളുടെ അടുത്തേക്ക് മെല്ലെ വരുന്നുണ്ട്. കണ്ണൊന്നും കാണാൻ പറ്റില്ല. ഭാഗ്യത്തിന് അപ്പോഴേക്കും സെക്യൂരിറ്റി ഡോർ തുറന്നു. ഇവള് പേടിച്ചരണ്ട് ഓടി വരികയാണ്. അപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ ഹീറോയിൻ വോർമറെ കണ്ട് ഇറങ്ങുന്നത് കാണുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആരാണ് നിങ്ങളെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് ആ ഡോക്ടർ പോകുന്നു. ഈ ഡോക്ടറെയാണ് നമ്മൾ ആദ്യമേ കണ്ടത്. അവർക്ക് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലായി ഇവള് കള്ളം പറഞ്ഞിട്ടാണ് അകത്ത് കയറിയിരിക്കണമെന്ന്. സത്യം പറ, നീ എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് ആ ഡോക്ടർ പറയും. അത് കേട്ട് ഹീറോയിൻ, ഞാൻ ഈ കേസിൽ കുറച്ച് ക്യൂരിയസ് ആയിരുന്നു, അതുകൊണ്ടാണ് വന്നതെന്ന് പറയും. പക്ഷെ ഡോക്ടർക്ക് മനസ്സിലായി അവള് കള്ളം പറയാണെന്ന്. നീ കള്ളാണ് പറയുന്നത്, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണെന്നും പറഞ്ഞ് അവര് ഫോൺ എടുക്കുമ്പോൾ ഹീറോയിൻ, വോർമർ എന്റെ പാരൻസിനെ കൊല്ലാൻ നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ വോർമറെ കാണാൻ വന്നത്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലാകും ഇവൾ ആ നൈറ്റ് വാച്ച്മാന്റെ മകളാണെന്ന്. അപ്പൊ നീ വാച്ച്മാന്റെ മകളാണ്, നിനക്ക് എന്താണ് അറിയേണ്ടത്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഹീറോയിൻ പറയും, എനിക്ക് ചില ഉത്തരങ്ങൾ വേണം. എന്റെ അച്ഛൻ ഇനിയും പേടിച്ചിരിക്കുകയാണ്, അദ്ദേഹം ഇനിയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തെ എനിക്ക് അറിയിക്കണം. എന്റെ അമ്മ ഭയന്ന്, ഇയാളെ ഭയന്ന് സ്വന്തം ജീവനൊടുക്കി. ആ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവില്ല. അപ്പൊ ഡോക്ടർ ചോദിക്കും, നിന്റെ അമ്മ മരണപ്പെട്ടോ? എപ്പോഴാണ്, എവിടെ വെച്ചാണത്? ഹീറോയിൻ പറയും, എന്റെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ സമ്മർ ഹൗസിൽ വെച്ചിട്ടാണ് അമ്മ മരണപ്പെട്ടത്. ഞാനാണ് അമ്മയെ ആദ്യമായിട്ട് കണ്ടത്. അച്ഛൻ ഒരാഴ്ചയിൽ 2-3 തവണ ഇപ്പോഴും അങ്ങോട്ട് പോകാറുണ്ട്. ആ ഒരു ട്രോമയെന്ന് എന്റെ കുടുംബം പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല, അതെന്റെ അച്ഛനെ മനസ്സിലാക്കിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഇത് കേട്ട് ഡോക്ടർ പറയും, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കും, പക്ഷേ ഒരു രോഗിയുടെ മുറി കയറി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. പിന്നെ ഒരാളെല്ലാം മറന്നിരിക്കുമ്പോൾ അയാളുടെ ഡീപ്പസ്റ്റ് ട്രോമയിലേക്ക് കയറി അതിനെ ബ്രേക്ക് ചെയ്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അവരുടെ രോഗാവസ്ഥയെ കൂടുതലായിട്ട് ബാധിക്കും. വോർമറും നിന്റെ അച്ഛനും രണ്ടുപേരെ ഇത് ബാധിക്കും. അത് കേട്ട് ഹീറോയിൻ പറയും, വോർമർക്ക് എന്തായാലും കുഴപ്പമില്ല, എന്റെ അച്ഛൻ ഗുണപ്പെടണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ പറയും, അങ്ങനെയാണെങ്കിൽ വോർമർക്കൊരു മകനുണ്ട്, ആ മകന്റെ അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? മകൻ ആ വീഡിയോ കാണുകയാണെങ്കിലോ? അവന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ 2 ഇപ്പികൾ അവന്റെ അച്ഛനെ വെടിവെച്ചു. പണമുള്ള വീട്ടിലെ 2 പിള്ളേർ അവന്റെ അച്ഛനെ വെടിവെച്ചു. അവന്റെ കുടുംബം ഇല്ലാതാക്കി. അവനത് അങ്ങനെയല്ല കാണുള്ളൂ. ഇത് കേട്ട് ഹീറോയിൻ ചോദിക്കും, വോർമറിന് മകനുണ്ടോന്ന്? ഡോക്ടർ പറയും, അതെ, വോർമർക്കൊരു മകനുണ്ട്, അയാളുടെ കുടുംബവും നശിച്ചുപോയി. ഈ ഒരു കാരണം കൊണ്ട് പാരൻസിനുണ്ടാവുന്ന ദോഷങ്ങൾ അവരുടെ മക്കളെയും ബാധിക്കും. നീ ഇപ്പൊ കണ്ടില്ലേ, നിന്റെ അച്ഛൻ ചെയ്ത അതേ കാര്യങ്ങളാണ് നീയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ തേടി വന്നിരിക്കുന്നു. നീ വോർമറോട് എന്താണ് പറഞ്ഞത്? ഹീറോയിൻ പറയും, ഞാൻ അയാളെ കുറെ ചീത്ത പറഞ്ഞു, എന്നിട്ട് അയാളുടെ മുഖത്തേക്ക് തുപ്പി. ഇത് കേട്ട് ഡോക്ടർ പറയും, നീ ഒരുപാട് മോശം അവസ്ഥയിലാണുള്ളത്, ഇനി അങ്ങനെ ചെയ്യരുത്. നിന്റെ അച്ഛന് വേണ്ട ട്രീറ്റ്മെന്റ് ഞാൻ കൊടുക്കാം, ഇതെന്റെ കാർഡാണ്. അച്ഛനെ തെറാപ്പിക്ക് വരാൻ പറയൂ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം. അച്ഛനെ പണ്ട് രക്ഷപ്പെടുത്തിയ അച്ഛന്റെ കൂട്ടുകാരനില്ലേ, ജെൻസ്, അയാളിപ്പോ എവിടെയാണ്? അയാൾ ഓക്കെ ആണോ? ഹീറോയിൻ പറയും, ഞാൻ അയാളെ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ ഗോഡ് ഫാദർ ആണ് പുള്ളി, ഇവളെ എക്സ്പെൻസ് ഒക്കെ നോക്കുന്ന ഒരാള്. അതേപോലെ ഗോഡ് മദർ ആണ് ലോട്ടെ, അത് അച്ഛന്റെ മറ്റൊരു കൂട്ടുകാരി. ആ ലോട്ടെ ഇപ്പൊ ഒരു കന്യാസ്ത്രീയാണ്. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഡോക്ടർ പറയും, നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞവിടും, ഇനി നീ ഇങ്ങോട്ട് വരാൻ പാടില്ല, എന്നാ പോയിക്കോന്ന് പറഞ്ഞ് ഡോക്ടർ ഇവളെ പറഞ്ഞവിടും. അത് കഴിഞ്ഞ് ഇവളെ ക്ലാസ്സിലേക്ക് വരുന്നു. തന്റെ കൂട്ടുകാരനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കൂട്ടുകാരൻ ഇവളെ ചീത്ത പറയും, നീ ഇനിയും പഴയ കാര്യങ്ങൾക്ക് പുറകെ പോവാണോ? എന്നെ പ്രണയിച്ച് എന്റെ കൂടെ ഇരുന്നോടെ, നമുക്ക് പുതിയ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. നിനക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവനൊരു ലൈറ്റ് കത്തുന്ന മോതിരം അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് മോൾ അന്വേഷിച്ച് അപ്പം വരുന്നു. ഇവരെ ക്ലാസ് മുറിയിലേക്ക് എന്നെ അച്ഛൻ വരുന്നു. എം എ എവിടെ എന്ന് ചോദിച്ചിട്ട്. അച്ഛനെ കണ്ട് മോള് ഞെട്ടും. അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്നത്? അച്ഛൻ പറയും, ഞാൻ നിനക്ക് വേണ്ടി പണം കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി നീ രാത്രി ജോലി ചെയ്യണ്ട. അമ്മയുടെ വാച്ച് ഞാൻ വിറ്റു, നീ ഇങ്ങനെ പകലും രാത്രിയും കഷ്ടപ്പെടണ്ട. അച്ഛൻ്റെ കയ്യിൽ നിറച്ച് പണമുണ്ട്, ഇവിടെ എന്താ ഒരുപാട് ഡെഡ് ബോഡികൾ കിടക്കുന്നു, ഇതൊക്കെ കൊണ്ടാണോ പിള്ളേര് പഠിക്കുന്നത്? ഇന്ന് പണം വെച്ചോന്നും പറഞ്ഞ് അച്ഛൻ കുറെ പണം എടുത്ത് മോൾക്ക് കൊടുക്കുന്നു. അച്ഛൻ ആകെ ഒരു പ്രാന്തനെ പോലെ പെരുമാറുന്നു. പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അവസാനം അച്ഛനെ ഇവള് മറ്റൊരു മുറിയിലേക്ക് വിളിച്ചോണ്ട് വരികയാണ്. അച്ഛൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, കരയല്ലേ എന്ന് പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ മോള് പറയും, അച്ഛാ, ഇനി നമ്മുടെ കുഴപ്പങ്ങളൊക്കെ തീരാണ്, അച്ഛന്റെ ഭയമെല്ലാം ഇനി വിട്ടുപോകും. ഞാൻ അച്ഛനൊരു കാര്യം കാണിക്കാൻ പോകുന്നു, ഞാൻ വോർമറെ കണ്ടിരുന്നു, ഇത് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവള് ഷൂട്ട് ചെയ്ത വീഡിയോ അച്ഛൻ അവള് പ്ലേ ചെയ്ത് കാണിക്കുന്നു. വോർമറുടെ അവസ്ഥ കാണിക്കുന്നു. അയാൾക്ക് കണ്ണും കാണില്ല, ആരോഗ്യവും ഇല്ല, മരിക്കാൻ കിടക്കുന്ന ഒരു വയസ്സ്. ഇനി അയാളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കൂടി കണ്ടിട്ടുണ്ട്, അച്ഛൻ ആശ്രയെ ചെന്ന് കാണണം, നമ്മുടെ എല്ലാ വിഷമങ്ങളും അവസാനിച്ചു. ഇതെല്ലാം കേട്ടിട്ട് അച്ഛൻ മോളോട് ചോദിക്കുന്ന എന്താന്ന് വെച്ചാൽ, നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്ന മോളെ? ഇപ്പൊ അയാള് നിന്നെയും കണ്ടിരിക്കുന്നു, എന്റെ മോളായ നീ ജീവനോടുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതും പറഞ്ഞ അച്ഛൻ കരഞ്ഞിട്ട് മോളെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ഈ വോർമറെ കാണിക്കുന്നുണ്ട്. ആ ആശുപത്രിയിൽ വോർമർ കിടക്കുന്നു. ആ വോർമറുടെ മുഖത്ത് നമ്മൾ നേരത്തെ കണ്ട ആ സിക്കുള്ള പയ്യൻ, അവൻ അയാളുടെ മുഖത്ത് എന്തോ പുരട്ടുന്നുണ്ടാവും. അപ്പൊ ഈ വോർമർ സംസാരിക്കുന്നത് ഹീറോയിനെ കുറിച്ചാണ്. സ്കാൻഡിനേവിയൻ ഹെയർ എത്ര ഭംഗിയുള്ളതാണെന്ന് നിനക്കറിയോ? സാധാരണ സ്ലീക്ക് ഹെയർ ഗ്രീസി ആയിരിക്കും, പക്ഷെ ഇത് തൊടാതെ ഉരുമാതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഹെയർ, അത് നാച്ചുറൽ സീബമാണ്. അങ്ങനത്തെ മുടിയാണ് നൈറ്റ് വാച്ചറുടെ മോളുടെ. എനിക്കത് ഇഷ്ടപ്പെട്ടു.
എനിക്കത് വേണം എന്ന് അയാൾ ഇങ്ങനെ പറയുന്നു. ഇവനും അയാളുടെ മുഖത്ത് പുരട്ടിയ സാധനം ഡ്രൈ ആക്കി ഒരു മാസ്ക് പോലെ അഴിച്ചെടുക്കുകയാണ്. അടുത്ത സീനി ഈ സിക്കുള്ള പയ്യന്റെ കയ്യിൽ വോർമർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവൻ നേരെ ഒരു ചർച്ചിലേക്ക് വരാണ്. ആ ചർച്ചിനകത്ത് ലേശം ഏജ്ഡ് ആയൊരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ ഈ പയ്യനെ കണ്ട ഉടനെ ഹലോ മോൻ എവിടെ നിന്നാണ് വരുന്നത്, മോൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഈ ചെറുക്കൻ പറയും ഇതിനോട് പറഞ്ഞു ഇയാളെ കാണാൻ. അപ്പൊ ഇവര് ചിരിച്ചിട്ട് ആ ഇതിന് വല്ല പേരും ഉണ്ടോ, ആ ഇത് ആരാണ് പറഞ്ഞെന്ന് ചോദിക്കും. ഈ പയ്യൻ വോർമർ എന്നുള്ള പേര് കയ്യിലെഴുതിയ പേര് കാണിക്കുന്നു. അത് കണ്ട ഉടനെ സിസ്റ്റർ പേടിച്ചിട്ട് വോർമറെ നിനക്കെങ്ങനെ അറിയാം, വഴിമാറ, എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവരോടി ചർച്ചിൽ നിന്നിറങ്ങി തന്റെ കാറിലേക്ക് വരാണ്. പക്ഷെ അപ്പോഴേക്കും ഇവരെ കാറിനകത്ത് മുഖം മൂടിയിട്ട ഏതോ ഒരു മനുഷ്യനിരിപ്പുണ്ടാവും.